ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ നൊയമ്പിൽ 29ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വിഷയം കാഴ്ച എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശരീരത്തിൻ്റെ വിളക്കാകുന്നു കണ്ണുകൾ. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമാനം ആയിരിക്കും. ശരീരമാകുന്ന മന്ദിരത്തിലേക്ക് പ്രകാശം കടന്നു വരുന്ന വാതിലുകൾ ആണ് കണ്ണുകൾ. അതിനാൽ കണ്ണുകൾ എപ്പോഴും കുറ്റമറ്റത് ആയിരിക്കണം എന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് കാഴ്ച ശരിയാണെങ്കിൽ കാഴ്ചപ്പാട് ശരിയാണ്. കാഴ്ചപ്പാട് ശരിയാകുമ്പോൾ നടപ്പ് സ്ഥിരമാകും. നടപ്പ് സ്ഥിരമാകുമ്പോൾ വിശ്വാസം ദൃഢതയുള്ളതായിത്തീരും. മറിച്ച് കാഴ്ച വികലമാണെങ്കിൽ കാഴ്ചപ്പാട് വികലമാകും. അത് വീഴ്ചയിലേക്കും ദുരന്തത്തിലേക്കുമായിരിക്കും നമ്മെ നയിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതം തന്നെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ദാവീദ് ദൈവഹിതപ്രകാരം ജീവിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ ദുർമോഹത്തോടു കൂടിയ ഒരു നോട്ടം ദാവീദിനെ വീഴ്ചയിലേക്ക് നയിച്ചു. ബലഹീന നിമിഷവും അനുകൂലമായ സാഹചര്യവും ഉണ്ടായാൽ എത്ര വലിയ ഭക്തൻ പോലും വീണു പോകാം. തെറ്റായ ദിശയിലേക്കുള്ള ഒരു നോട്ടം മതി. എന്നാൽ ദാവീദ് വീണെടുത്തു നിന്ന് എഴുന്നേൽപ്പിച്ചു. ദൈവസന്നിധിയിലുള്ള ആത്മാർത്ഥമായ അനുതാപം ദാവീദിനെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കി തീർത്തു. നമ്മുടെ വിശുദ്ധ കുമ്പസാര പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ: കർത്താവെ, ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകൾ, വ്യർത്ഥ കാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെ, വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ അന്തരംഗങ്ങളെ, നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ കൈകളെ സൂക്ഷിക്കണം. ഈ നോമ്പുകാലം ദാവീദിനെ പോലെ നമ്മുടെ ജീവിതം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും നേരെയാക്കുവാൻ, നമ്മുടെ നടപ്പും പ്രവൃത്തിയും സ്ഥിരതയുള്ളവരാക്കുവാനും മുഖാന്തരമായി തീരും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുക, എന്നാൽ ഈ ദേശത്ത് നിങ്ങൾ വസിക്കുമാറാകും. നമ്മുടെ കാഴ്ച നേരെയാകുമ്പോൾ നമ്മുടെ നടപ്പും പ്രവൃത്തിയും നന്നാകും. അത് ജീവിതത്തിൽ നമ്മുടെയും നമ്മുടെ തലമുറയുടെയും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല രൂപാന്തരത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും നാളുകളായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമേൻ.